പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അഥവാ 1 മാർക്ക് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ ത്രൂ ഔട്ട് കാണാൻ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാന്റ് കനോട്ട് സ്റ്റോർ ഗ്ലൂക്കോസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആസ് സച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റീസൺ ഫോർ ദിസ്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമായ ഗ്ലൂക്കോസ് സംഭരിക്കാൻ സസ്യങ്ങൾക്ക് കഴിയില്ല. ഇനി പറയുന്നവയിൽ ഏതാണ് ഇതിന് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? Glucose is soluble in water. Glucose is insoluble in water. Glucose can be converted into other forms. Glucose is an unstable compound. എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൽ, അതായത് നമുക്കറിയാം ആഹാരം എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്, അല്ലെ ഗ്ലൂക്കോസിന്റെ ഫോമിലാണ് സിന്തസൈസ് ചെയ്യുക. എന്നാൽ ഈ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യും? ഉടനെ തന്നെ സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? കാരണം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെഡിലി സോളബിൾ ഇൻ വാട്ടർ. It is readily soluble in water. ഗ്ലൂക്കോസ് വെള്ളത്തിൽ ലയിക്കുന്നു. അപ്പോൾ വെള്ളത്തിൽ ലയിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? സ്റ്റാർച്ച് അഥവാ അന്നജമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൺവേർട്ട് ചെയ്യും. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ന്യൂക്ലിക് ആസിഡ് ഡാഷ് ലിപ്പിഡ്സ് ഓയിൽസ്. അപ്പോൾ ഇതുപോലെയുള്ള വേർഡ് പെയർ റിലേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അതുപോലെ മറ്റേത് ഫില്ല് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ലിപ്പിഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഏത്? ഓയിൽസ് അഥവാ ഈ പറയുന്ന എണ്ണകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിക് ആസിഡിനുള്ള ഒരു എക്സാമ്പിൾ ഏതാണ്? DNA എഴുതാം, അതുമല്ലെങ്കിൽ RNA എഴുതാം. DNAയും എഴുതാം, RNAയും എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മേജർ കോമ്പണൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, കോശസ്തരത്തിലെ മുഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണല്ലോ നമുക്ക് ഈ പറയുന്ന നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണാനായിട്ട് സാധിക്കുക? നമുക്ക് പ്രോട്ടീനുകൾ കാണാം, അല്ലെ? പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, പ്രോട്ടീനുകൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? ലിപ്പിഡ്സ് ഉണ്ടായിരിക്കും, പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, ലിപ്പിഡ്സ് അഥവാ ലിപ്പിഡുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും നമുക്ക് എവിടെ കാണാം? കാർബോഹൈഡ്രേറ്റ്സും ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റുകളും നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ അഥവാ നമ്മുടെ കോശസ്തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെസ്, അടുത്ത ചോദ്യം. സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ് ആർ കോൾഡ്. തൈലക്കോയിഡുകളുടെ അടുക്കാണ്. എന്താണ്? തൈലക്കോയിഡ്സിന്റെ ഒരു സ്റ്റാക്കിനെ നമ്മൾ എന്താ പറയുക? സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താ? നമ്മളിങ്ങനെ അട്ടിക്ക് അല്ലേ, മുകളിലേക്ക് ഇങ്ങനെ ഒരു അടുക്ക് പോലെ നമ്മൾ വെക്കുകയാണ്, അല്ലെ? അങ്ങനെ നമ്മൾ കുറേ തൈലക്കോയിഡുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ഫോം ചെയ്യും? സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ് ആണ് എന്ത്? ഗ്രാന, അല്ലെ? ഗ്രാന എന്ന് പറയുന്നത്, ഗ്രാന. യെസ്, അടുത്ത ചോദ്യം നോക്കാം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അനാബോളിസം ആണ്. ഫോട്ടോസിന്തസിസ് അനാബോളിസം ആണെങ്കിൽ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് അഥവാ പ്രോട്ടീൻ വിഘടനം എന്ന് പറയുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതാണ്? മെറ്റബോളിസത്തിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, അല്ലെ? മെറ്റബോളിസം എന്നുള്ളതിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് അനബോളിസം ആണെങ്കിൽ മറ്റൊന്ന്, അതായത് അനബോളിസം എന്ന് പറയുമ്പോൾ മോളിക്യൂളുകളെ കമ്പൈൻ ചെയ്യുന്നു, തന്മാത്രകൾ കൂടിച്ചേരുകയാണെങ്കിൽ തന്മാത്രകളുടെ വിഘടനം അഥവാ ബ്രേക്കിംഗ് ഡൗണിനെ നമ്മൾ എന്ത് പറയും? കാറ്റബോളിസം എന്ന് പറയും, അല്ലേ? കാറ്റബോളിസം. യെസ്, അപ്പൊ കാറ്റബോളിസം ആണ് ഉത്തരം. പ്രോട്ടീൻ വിഘടനം, പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തായിട്ട് മാറുന്നു? അമിനോ ആസിഡുകളായി മാറുന്നു. അമിനോ ആസിഡ്സ് ആയിട്ട് ഇത് മാറുന്നു, അമിനോ ആസിഡുകളായി മാറുന്നു. അത് കാറ്റബോളിസം ആണ്. ഇനി അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻ ആവുന്നു എന്ന് പറയുമ്പോൾ അത് എന്തായി മാറി മക്കളെ? അത് അനാബോളിസം ആയി മാറുന്നു. യെസ്, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം. Who was awarded the Nobel Prize in 1961 for explaining the reactions in the dark phase? ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നൊബേൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു കോളത്തിൽ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? എന്താണ്? മെൽവിൻ കാൽവിൻ. ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പേരായിരിക്കാം. എക്സാമിന് ഇതൊരു ബോക്സിൽ കൊടുത്തോണ്ട് ചോദിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഒരു പേര് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. യെസ്, ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് ഗ്രാനയിലാണ് നടക്കുന്നത്, പ്രകാശഘട്ടം എന്ന് പറയുന്നത് ഗ്രാനയിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടം എവിടെയാണ് നടക്കുന്നുണ്ടായിരിക്കുക? എവിടെയാണ്? നമ്മുടെ സ്ട്രോമയിലാണ്, അല്ലെ? സ്ട്രോമയിലാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത് നടക്കുന്നത്. യെസ്,
അടുത്ത ചോദ്യം, ഗിവ് എനി 2 എക്സാമ്പിൾസ് ഫോർ പ്രോട്ടീൻസ്. പ്രോട്ടീനുകൾക്ക് 2 ഉദാഹരണം നൽകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഏതെങ്കിലും 2 ഉദാഹരണം നൽകാം. നമുക്ക് ഒന്നുമെങ്കിൽ നമുക്ക് എൻസൈംസ് അല്ലെ, എൻസൈംസ് അഥവാ എൻസൈമുകൾ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? എൻസൈംസ് അഥവാ ഹോർമോൺസ് കൊടുക്കാം, അഥവാ ഹോർമോണുകൾ. അതുമല്ലെങ്കിൽ ആന്റിബോഡീസ് അല്ലേ, നമ്മുടെ ബോഡീനെ എന്താണ് ഫോറിൻ പാർട്ടിക്കിൾസ് നിന്നും റെസിസ്റ്റ് ചെയ്യാൻ, അന്യവസ്തുക്കളിൽ നിന്നും നമ്മുടെ ബോഡീനെ പ്രതിരോധിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആന്റിബോഡീസ് അഥവാ ആന്റിബോഡികൾ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദ പ്രോസസ് ദാറ്റ് റിക്വയേഴ്സ് എനർജി. ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിനൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓസ്മോസിസ് ഉണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതിൽ ഏതിനായിരിക്കും മക്കളെ എനർജി ആവശ്യമുള്ളത്, എനർജി റിക്വയറിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്? നോ ഡൗട്ട് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ. അതായത് ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് നമ്മുടെ സോൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു അല്ലേ. അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ എനർജി ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഓഡ് വൺ ആൻഡ് റൈറ്റ് ദി കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, സോൾസ്. ജലമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ലവണങ്ങളുണ്ട്. ഇതിൽ ഏതായിരിക്കാം ഒറ്റപ്പെട്ടെന്ന് പറയുന്നത്? ഏതായിരിക്കാം? ഏതാണ്? നമ്മുടെ സോൾസ് ആണ്. സോൾസ് അഥവാ ലവണങ്ങൾ. കാരണം എന്താണ്? ഈ പറയുന്ന വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ ഓക്സിജൻ. യെസ്, ജലത്തിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ മൂവ്മെൻറ്റിന് എന്താവശ്യമില്ല മക്കളെ? എന്താവശ്യമില്ല? എനർജി ഡസ് നോട്ട് റിക്വയർ എനർജി. ഊർജം ആവശ്യമില്ല. ഡസ് നോട്ട് റിക്വയർ എനർജി. ഇവരുടെ മൂവ്മെന്റിന് അല്ലെ ഊർജം ആവശ്യമില്ല. ഈ പറയുന്ന 3 പേരുടെയും, ജലത്തിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും മൂവ്മെന്റ് അഥവാ സംവഹനത്തിന് എന്ത് ആവശ്യമില്ല? ഊർജ്ജം എന്ന് പറയുന്നത് ആവശ്യമില്ല. പക്ഷെ ലവണങ്ങൾക്ക് അങ്ങനെയല്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ആയതുകൊണ്ട് തന്നെ എന്താണ്? ഈ പറയുന്ന ഊർജ്ജം അഥവാ എനർജി എന്ന് പറയുന്നത് ആവശ്യമാണ്. സോ നമ്മളിത് പറഞ്ഞിരിക്കുന്ന ഓഡ് വൺ പിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ കോമൺ ഫീച്ചർ ആണ് എഴുതാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? ഡസ് നോട്ട് റിക്വയർ എനർജി അല്ലെങ്കിൽ ഊർജ്ജം ആവശ്യമില്ല. എന്തിനാവശ്യമില്ല? മൂവ്മെന്റ് അല്ലേ, അതിന്റെ സംവഹനത്തിന് അഥവാ മൂവ്മെന്റിന് എനർജി ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. യെസ്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അഥവാ ടു ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ ഭാഗത്ത് നിന്നൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം എന്നുള്ളൊരു ഐഡിയ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. പരീക്ഷയാണ്, നാളെ പരീക്ഷയാണ്. അപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണട്ടെ. യെസ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോസിൻ്റെ ആ ഒരു എന്താണ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ എന്ത് ചെയ്യുക? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് നമ്മുടെ ഹോർമോൺസും എൻസൈംസും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഹോർമോൺസിൻ്റെ 2 എക്സാമ്പിൾസ്. ഓക്കെ, ഹോർമോൺസിൻ്റെ 2 എക്സാമ്പിൾസ് അഥവാ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. യെസ്, ഹോർമോൺസിൻ്റെ 2 ഉദാഹരണങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.